എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മളെ ഒരു രാവിലത്തെ അന്തരീക്ഷമാണ് ഇത്. നല്ല തണുപ്പുണ്ട്, നല്ല സുഖമുണ്ട്. മഴ ഇന്നലെ എല്ലാം നല്ല മഴയേനു. ഇന്നിപ്പോൾ കുറച്ച് മഴ കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് എന്നാൽ രാവിലെ തന്നെ വിചാരിച്ച് കുറച്ച് ബട്ടൂര ഉണ്ടാക്കിയാലോ, പിന്നെ ചോളെ ബട്ടൂര ഉണ്ടാക്കാമെന്നുള്ളൊരു ഇതിൽ. അപ്പോൾ നമുക്ക് എന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. അതിന് കാര്യമായിട്ട് മൈദ നല്ലതൊന്നുമല്ല, പക്ഷേ എപ്പെങ്കിലും ഒന്ന് ഇതാണ് ഓത്തൻറ്റിക് രാജസ്ഥാനി ബട്ടൂര. അതിൻ്റെ ഞാനിപ്പോൾ എൻ്റെ മോൻ്റെ ഭാര്യ എൻ്റെ അമ്മയോട് ചോദിച്ചു, ഓറ് വന്നിട്ട് നമുക്ക് ഇന്നാൾ ഉണ്ടാക്കി തന്നെ വളരെ ടേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ നമുക്കൊന്ന് ഇന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പം എന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. മൈദയാണേ വേണ്ടത്. നിങ്ങൾക്ക് ഗോതമ്പിൻ്റെ പൊടിയെ കൊണ്ട് ഞാൻ ഉണ്ടാക്കലുണ്ട്, അതാ ഞാൻ ഉണ്ടാക്കലുള്ളൂ. ഇപ്പോൾ ആദ്യമായിട്ട് 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കുന്ന മൈദ കൊണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഗോതമ്പിൻ്റെ പിന്നെ ഒരിക്കൽ കാണിക്കാം. ഇപ്പം നമുക്ക് മൈദേൻ്റെ ബട്ടൂര എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതൊരു പാത്രത്തിൽ എനിക്ക് പറഞ്ഞില്ലേ, നമ്മളാൾ കൂടുതലുള്ളത് അതുകൊണ്ട് ഒരു 4 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. 4 കപ്പ് എന്ന് പറയുമ്പോൾ കാണിച്ചു ഓരോ കപ്പിൽ നിറയും 4 കപ്പ് മൈദക്ക് 2 കപ്പ് തൈര് എടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള യോഗട്ട് ഞാൻ 1 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. കുഴച്ചിട്ട് ഇനിയിപ്പം ബാക്കി വേണമെങ്കിൽ എത്രയാ നോക്കിയിട്ട് ചേർക്കാം. 1 കപ്പിന് ഞാൻ വിചാരിക്കുന്നത് ഇതിപ്പോൾ 1.5 കപ്പ് ഞാൻ എടുത്ത് ഒഴിക്കുന്നുണ്ട്. 1.5 കപ്പ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ട് ഞാൻ കൃത്യമായ കണക്ക് പറഞ്ഞുതരാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കാര്യമായൊരു സംഗതി മറന്നുപോയി. 2 ടേബിൾ സ്പൂൺ റവയും എടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ റവ. 4 കപ്പ് മൈദക്ക് 2 കപ്പിന് 2 ടേബിൾ സ്പൂൺ. അപ്പോൾ 4 കപ്പിന് 4 ടേബിൾ സ്പൂൺ. അത് എന്നെ പോലെ ആരും മറന്നൊന്നും പോണ്ട, ചേർത്തോളൂ. പിന്നെ ഞാൻ എല്ലാം കൂടി 2 കപ്പ് തൈര് ചേർത്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ പാകത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെക്കാം. കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ഒരു 1/4 മണിക്കൂറെങ്കിലും വെക്കണം. മുകളിൽ ഒരു തുണിയിട്ട് കുത്തിയിട്ട് മൂടി വെച്ച് ശരി. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ചൂടാം. അപ്പോഴത്തേക്ക് നമുക്ക് കടല വെള്ളത്തിലിട്ടിട്ടുണ്ട്. ചോളെ മസാല ഉണ്ടാക്കണ്ടേ. ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ച കടലയാണ്. ഒരു ഗ്ലാസ് കടലയുണ്ട്. അതിന് ഞാനിപ്പോൾ ഇന്നലെ ഇട്ട കഴുകിയിട്ടല്ല ഞാനിപ്പോൾ പൊതിർക്കും. അതുകൊണ്ട് പിന്നെ വെള്ളവും കുറച്ച് ഇപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി വെള്ളം ഇത്രയും വേണ്ടി വരും. ഇനിയിപ്പം വെള്ളം അധികം വേണ്ടി വരില്ല കുക്കറിലായതുകൊണ്ട്. അപ്പം ഇത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് അങ്ങനെ അടുപ്പത്ത് വെക്കുമ്പോൾ അതിൻ്റെ കൂടി നമ്മൾ സ്വതവേ ഇടുക മഞ്ഞൾ ഉപ്പുക. പക്ഷേ നോർത്ത് ഇന്ത്യക്കാർ വേറെ വിധത്തിലാണ്. ഒരു ലേശം ചായപ്പൊടി ഇങ്ങനെ ഒരു തുണി കെട്ടിയിട്ട് ഇങ്ങനെ ഇടും. ഞാനിത് ഇവരോട് ചോദിച്ചു, ഇതെന്തിനാ ഇങ്ങനെ പറഞ്ഞാൽ അത് എന്നാൽ അതിനൊരു നല്ല നിറം കിട്ടുക. അപ്പം നിറം കിട്ടുകയാണെങ്കിൽ എന്നാൽ പിന്നെ കറുത്ത കടലങ്ങ് പുറത്താൽ പോരെ. ഞാനത് ചോദിച്ചു. അന്നേരം പറഞ്ഞാൽ അതല്ല, ഈനാകുമ്പോൾ ഈ കടലൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ഇതിങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കയറ് തുണി കൊണ്ട് തന്നെ ഒരു കയറുണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ ഒരു കിഴി കെട്ടിയിട്ട് ലേശം ചായപ്പൊടി, 1 ടീസ്പൂൺ ചായപ്പൊടി അങ്ങനെ ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വേവിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട്
നമുക്ക് കുക്കറിൽ വെക്കാം. നിങ്ങൾക്ക് കുക്കറിൽ ഓരോ കുക്കറിനും ഓരോ വ്യത്യാസമായിട്ടാണ് ഉണ്ടാവുക. കാരണം എൻ്റെ ഈ കുക്കറിന് തന്നെ ഇതൊരു 3-4 വിസിൽ വെക്കുമ്പോഴൊക്കെ നല്ലോണം പോകും. പക്ഷേ വേറൊരു കുക്കറുണ്ട്, അതിൽ 8 വിസിൽ വെച്ചാലും പോകില്ല. അതുകൊണ്ട് ഞാൻ ഈ കുക്കർ തന്നെ എടുത്തു. ഇപ്പം ഇതെന്നാ ഒരു 4 വിസിലുകൊണ്ട് നല്ലോണം പോകുന്നുണ്ട്. ഒന്ന് പൊട്ടുന്ന രൂപത്തിലാണ് കടല, എന്നാലും അതിനെ ശരിക്കും ഇതിൽ നമ്മളിടുന്ന മസാലയെല്ലാം കടലയിൽ ഇറങ്ങിയിട്ട് ശരിക്കുള്ള ചോളെ മസാലേൻ്റെ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ. എന്നാൽ ശരി, നമുക്കിത് അടുപ്പത്ത് വെക്കട്ടെ. കടല വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് വറുത്ത് അരച്ചെടുക്കണം. അപ്പോൾ അതിന് ഒരു മീഡിയം സൈസ് 2 ഉള്ളി ഇങ്ങനെ റഫ്ലി ചോപ്ഡ് എന്നല്ല അങ്ങനെയല്ല പറയുക. അപ്പോൾ നമുക്ക് കൃത്യമായ വലിപ്പമൊന്നും വേണ്ട, കാരണം നമ്മളിതെല്ലാം വറുത്തിട്ട് എല്ലാം കൂടി ഒപ്പര അരച്ചെടുക്കും ഞാൻ. അപ്പോൾ അതിന് ആവശ്യത്തിന് എണ്ണ, മല്ലിപ്പൊടി, ഒരു കഷ്ണം പട്ട, ഒരു ഇത് ബേ ലീഫ്, കറുപ്പേൻ്റെ ഇല, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, 3 ഏലക്കായ്, കുറച്ച് മാങ്ങേൻ്റെ പൊടിയാണേ, ഒരു പുളിപ്പിന് മാങ്ങേൻ്റെ ഉണക്കിയ പൊടിയാണ് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് മാങ്ങേൻ്റെ പൊടി ഇല്ലെങ്കിൽ, നാട്ടിലിപ്പോൾ മാങ്ങേൻ്റെ പൊടിയൊന്നും ഇല്ലാത്ത പോലെ ആരും ഉണ്ടാവില്ല, മാങ്ങ ഉണ്ടാവുമല്ലോ എന്തായാലും, പൊടിച്ച് വെച്ചാൽ എല്ലാവർക്കും നോർത്ത് ഇന്ത്യൻ ഡിഷെല്ലാം ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാം. ഞാനങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങ ഉണക്കി പൊടിച്ച് വെച്ചതാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കുരുമുളക്, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം, ഒരു 5-8 വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി ഞാൻ ഇവളോട് മുറിച്ചിടാൻ പറഞ്ഞതാണ്. ഓള് നന്നായി വലിയ കഷ്ണത്തിൽ തന്നെയൊക്കെ നട്ട് പാവ ഓള് തിരിയാണ്ട് ചെറുങ്ങനെ മുറിച്ചിട്ട്, ഇങ്ങനെ ചെറുങ്ങനെയൊന്നും പൊടിയായിട്ടൊന്നും മുറിച്ചിടണമെന്നില്ല, കാരണം എല്ലാം കൂടി വറുത്ത് നമ്മളിപ്പോൾ എല്ലാം കൂടി കാണാത്ത വിധത്തിൽ അരച്ചെടുക്കുന്നത്. അപ്പം തക്കാളി, അപ്പം ആദ്യം നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അടുപ്പത്ത് ഒഴിച്ചു കൊടുക്കും. എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ എന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിലാണേ. നമ്മളത് നോർമലി നോർത്ത് ഇന്ത്യൻസ് ഉപയോഗിക്കുക ഒന്നുകിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കടുകെണ്ണ ആയിരിക്കും. കടുകെണ്ണേൻ്റെ മണം നമുക്ക് പറ്റൂല. അപ്പം നിങ്ങൾ എന്തായാലും സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചോളൂ. ഇതൊന്ന് ചൂടാകട്ടെ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ബേ ലീഫ്, പട്ട, ഏലക്കായ്, കുരുമുളക്, ജീരകം എല്ലാം ഒന്ന് ചൂടായി വരട്ടെ. അതിൻ്റെ ഉള്ളിലുള്ളൊരു മണം പുറത്ത് വരണ്ടേ, ഒന്ന് ചൂടായിക്കോട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി തക്കാളിയും മറ്റുള്ള മസാല കുറച്ചും കൂടി ബാക്കിയുണ്ടല്ലോ അതെല്ലാം ഇതിൽ ചേർത്തെടുക്കണം. ഇനി നമുക്കിതിൽ തക്കാളി ഇടാം. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഇടാം. പിന്നെ ഇഞ്ചി ഇങ്ങനെ വാടട്ടെ. ഇതിന് മാങ്ങേൻ്റെ പൊടിയും ആംചൂർ പൗഡറാണേ. അത് പീടിയെല്ലാം വാങ്ങും കിട്ടും. പക്ഷെ ഞാനിപ്പോൾ നമ്മൾ എല്ലാം ഉണക്കിയിട്ട് പൊടിക്കലെന്നെ നിങ്ങൾ സൗകര്യം പോലെ ചെയ്യാം. അതില്ലെങ്കിൽ ആംചൂർ പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കറിയെല്ലാം ഏകദേശം ഈ ഇറക്കെ നോക്കുമ്പോൾ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി, ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് മല്ലിപ്പൊടിയാണ്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അതൊന്ന് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇങ്ങനെ ഇടുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത്, കുറച്ച് വെള്ളം, ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് നല്ലോണം ഇളക്കി ഒന്ന് മൂടി വെക്കാം. ഒരു 5-6 മിനിറ്റ് ഇത് ഒന്ന് നല്ലോണം വേകട്ടെ. മഞ്ഞൾപ്പൊടി പറയാൻ വിട്ടു, അതിനെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കിതൊന്നവിടെ മൂടി വെക്കാം.
എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 5-6-7 മിനിറ്റ് അത്ര തന്നെ, അതിലപ്പുറമൊന്നും വേണ്ട. വേണ്ട ഇപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കടല തന്നെല്ലാം നോക്കാം. ഇതിപ്പം നല്ലോണം വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണിയാൻ വെച്ചിട്ടൊന്ന് മിക്സി നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അത് വറുത്തത് അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കടല വെന്തോന്ന് നോക്കാമല്ലോ. നല്ല വെന്ത് കുറച്ച് ഓരോന്നെല്ലാം പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ചായപ്പൊടീൻ്റെ ഇതങ്ങ് എടുത്ത് മാറ്റി. നല്ല കളർ പറഞ്ഞ പോലെ തന്നെ നല്ല കളർ കിട്ടിയിട്ടുണ്ട്. കളർ കിട്ടി കഴിഞ്ഞെന്തെങ്കിലും അത്ഭുതം ഉണ്ടോയെന്നൊന്നും ഞാനറിയല്ലേ. അതുപോലെ ചെയ്യുന്ന അതുപോലെ ശരി. എന്നാൽ പിന്നെ ഇനിയിപ്പോൾ അത് തെറ്റിക്കണ്ടെന്ന് വെച്ചിട്ടാക്കിയതാ. ഇതാ കണ്ടില്ലേ, നല്ലൊരു അത് ഞാൻ പുഴുങ്ങുമിട്ട കളറല്ല അലിപ്പുള്ള ഇങ്ങനെയുണ്ടാവും. നമുക്കിത് ചീൻചട്ടിയിൽ ഒന്ന് താളിച്ചിട്ട് ഈ രണ്ടും കൂടി ഒന്നങ്ങ് മിക്സ് ചെയ്ത് എടുത്താൽ പണി കഴിയും. 2 ടേബിൾ സ്പൂൺ എണ്ണയില്ലേ, ആദ്യത്തെ 2 ടേബിൾ സ്പൂണും 1 ടീസ്പൂണും അതിനുള്ള ഈ 1 ടീസ്പൂൺ ഇട്ടിട്ടാണ് ഉള്ളി വാട്ടിയ. ഇനി ഈ ടേബിൾ സ്പൂൺ 2 ചൂടാണ്. അപ്പോൾ എന്നാൽ എണ്ണ ചൂടായിട്ടുണ്ട്. ഇത് സൺഫ്ലവർ ഓയിലാണേ, അത് ഓർമ്മിക്കണം. അതിൽ 1/2 ടീസ്പൂൺ ജീരകം. ഇവർക്ക് ജീരകമാണ് വലിയ ഒരു കാര്യം. ജീരകം പൊട്ടിയാൽ നമുക്ക് 2 പച്ചമുളക് നീളത്തിൽ നല്ല എരിവുള്ളതാണ്. എന്താവും ഇനി നമുക്ക് ഈ കടലയിൽ ചേർക്കാം. ഇത് ഇതിലേക്ക് നമുക്ക് അരപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. നല്ലോണം കലക്കി കൊടുക്കാം. ഞാൻ പറയുന്ന ഒച്ച കുറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര കച്ചറിയാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോളീനെ. എന്നിട്ട് നല്ലോണം ഒന്ന് തിളക്കട്ടെ. അവിടെ വെക്കട്ടെ, നല്ലോണം ഒന്ന് തിളക്കട്ടെ. ഇപ്പോൾ നല്ല തിള വന്നിട്ടുണ്ട്, നല്ലോണം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉപ്പ് കുറവാണ്. ഞാൻ കടലയിലാണ് ഉപ്പിട്ടിട്ടുള്ളൂ, കറിയിൽ ഞാൻ ഉപ്പിട്ടിട്ടില്ലേനും. അതുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പങ്ങിട്ട് കൊടുക്കാം. എന്നിട്ടിനി നമുക്ക് കടല കറി കുറച്ചുകൂടി തിക്കാവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു ട്രിക്ക് ചെയ്യാം. ഒരു മാഷറോ അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ കണ്ണാടി ഗ്ലാസ് ഉണ്ടെങ്കിൽ, മാഷർ ഇല്ലെങ്കിൽ ഒരു കണ്ണാടി ഗ്ലാസിൻ്റെ ബാക്ക് വെച്ചിട്ട് കുറച്ച് കടല നമുക്കൊന്ന് കുത്തി അടിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള ഗ്രേവി ആയിരിക്കും. നല്ല കളറുണ്ട് കേട്ടോ കറിക്ക്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലി ഇലയും കൂടി ചേർത്ത് ഇറക്കി വെക്കാം. കുറച്ചുകൂടി മല്ലി ഇല ചേർക്കണം. ഉപ്പെല്ലാം കറക്റ്റ്. കുറച്ച് മല്ലിയില മല്ലിയിലാണ് ഇത്, വേറൊന്നും വേണ്ട. നമ്മൾ ശ്രദ്ധിച്ചാൽ കറിവേപ്പില ഇട്ടിട്ടേ ഇല്ല, കറിവേപ്പില ഇടൂല ഇവർ. അതങ്ങനെ അതിന് സ്പെഷ്യലായിട്ട് എന്തെല്ലാം ഉണ്ട്, അതിന് മാത്രം ഇടും. ഇങ്ങനത്തേനൊന്നും കറിവേപ്പില ഇടൂല. നമുക്കാണെങ്കിൽ കറിവേപ്പില ഇട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനമൊക്കെ ഇടുക. ഞാൻ മല്ലിയില ഇട്ടൊപ്പിച്ച് മല്ലിയില ഇട്ടതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ ലേശം ഒരു എല്ലാവരുടെയും ഒരു കറക്റ്റായിട്ടുള്ള ഒരു എനിക്കന്ന് അത്ര ഒരു ഇതാകുന്നില്ല. അപ്പം വേറൊന്നുമല്ല, എല്ലാം ഉണ്ട്. പക്ഷെ എല്ലാം ഒന്ന് ക്രമീകരിക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനൊരു മരുന്നുണ്ട്. ലേശം ഒരു വെല്ലത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഞാനതെപ്പം പൊടിച്ച് സൂക്ഷിക്കും. അതുകൊണ്ട് 2 നുള്ളി അത്രയാ വേണ്ടു. ഇട്ടാൽ എല്ലാം അങ്ങ് ക്രമീകരിച്ച് എൻ്റെ ഉണ്ടാവും. അതുകൊണ്ട് അത് എൻ്റെ ഒരു ട്രിക്കാണ്. ഞാനത് ചിലതിന് പഞ്ചസാര ഉപയോഗിക്കും, ചിലതിന് വെല്ലം ഉപയോഗിക്കും. അങ്ങനെയാണ് നല്ല എരിവുള്ളതിന്. ഒരു സ്പൈസി കറി കഴിച്ച് നോക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ബട്ടൂര ഉണ്ടാക്കട്ടെ. നമുക്ക് നോക്കാം എന്താണ്.
നല്ല ഫെർമെൻ്റ് ആയിട്ടുണ്ട്. റവയെല്ലാം നല്ലോണം ഇതിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട്. നമുക്ക് കുഴച്ച് ഒന്നുകൂടി നല്ലോണം ഒന്ന് അങ്ങനെ ആക്കിയിട്ട് ഉരുട്ടി പരത്തി ചുട്ട് തിന്നാം. ശരി. അപ്പോൾ ഇതുപോലെ എല്ലാം ഉരുട്ടി വെച്ചാൽ നമുക്ക് വേഗം ഓരോന്നോരോന്ന് പരത്തിയിട്ട് അങ്ങ് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക കൊണ്ട് പണി കഴിയും. പരത്തട്ടെ. അധികം കട്ടി കുറക്കണ്ട കേട്ടോ. നമ്മളിപ്പോൾ ആർക്കും കണക്ക് കൊടുക്കുന്നൊന്നുമില്ല. അപ്പം ഷേപ്പൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾ ഇഷ്ടത്തിന് ഷേപ്പ് വേണ്ടവർക്ക് ഷേപ്പാകാം. എനിക്ക് ഷേപ്പൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇന്ത്യ മാപ്പ് പോലെയല്ല പരത്തും. അതുകൊണ്ട് ചിരിക്കൊന്നും വേണ്ട ആരും. എൻ്റെ മക്കൾ ഇവിടുന്ന് ചിരിക്കുന്നുണ്ട്. നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട. ഇതങ്ങ് നമുക്ക് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണയിലിട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ചൂടുള്ള എണ്ണ കോരിയിട്ട് നമ്മൾ കുഞ്ഞിക്കലത്തപ്പം ചൂടുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം അത് പൊന്തി വരും. കുറച്ച് മെനക്കെട്ട പണിയാ. എന്നാലും ടേസ്റ്റിലൊന്നും തിന്നണം ഉണ്ടെങ്കിൽ അതിനെല്ലാം ഓല. പിന്നെ അധികം ചോക്കർ പോലും ഇങ്ങനെ ഈ ഒരു ലൈറ്റ് ബ്രൗൺ ഗോൾഡൻ ബ്രൗൺ വരുമ്പോഴത്തേക്കാണ് എടുക്കണം. ഇങ്ങനെയാണ്. എണ്ണ മീഡിയം ഫ്ലെയിമിൽ തന്നെ നിന്നോട്ടെ. അല്ലെങ്കിൽ അധികം ചൂടാവുകയും ചെയ്യരുത്, തീരെ ചൂട് കുറഞ്ഞു വേണ്ടി മീഡിയം ഫ്ലെയിമിൽ തന്നെ. എൻ്റെ ഈ സ്റ്റൗവിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എത്ര കൂട്ടി വെച്ചാലും മീഡിയം ഫ്ലെയിം. അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. അതുപോലത്തെ ആൾ അതുപോലെ നോക്കി വെച്ചോളൂ. പിന്നെ ബാക്കിയുള്ളതും കൂടി ഞാനിതുപോലെ ചുട്ടെടുക്കട്ടെ. ഇനി വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മളിപ്പം പൂരി പരത്തുമ്പോൾ തിരിച്ചും മറിച്ചും അധികം ഇടറ്. പിന്നെ നിങ്ങൾ പൊടിക്ക് പകരം എണ്ണ ഉപയോഗിച്ചാൽ നിങ്ങൾ അടുപ്പത്ത് വെച്ച എണ്ണ വേഗത്തിൽ ചീത്തയാവില്ല. ഈ ഒരു ടിപ്സും കൂടിയും പറഞ്ഞുകൊണ്ട് പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.